വലിയ ഇൻട്രോ ഒന്നുമില്ല. ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എനിക്ക് കോൾഡ് ആണ്, സോ പ്ലീസ് ഡോണ്ട് മൈൻഡ് മൈ വോയിസ്. ഏറ്റവും കൂടുതൽ കമന്റ്സും റിക്വസ്റ്റും കണ്ട ഒരു ടോപ്പിക്കാണ് സ്കിൻ കെയർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ല, സ്കിൻ കെയർ എക്സ്പേർട്ടും അല്ല. ഈ പ്രോഡക്ട്സ് ഒന്നും ഞാൻ റെക്കമെൻഡും ചെയ്യില്ല, പ്രൊമോട്ടും ചെയ്യുന്നില്ല. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, യൂസ് ചെയ്യുന്നത് നിർത്തിയ അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ്. So, my name is Fatima and this video is a brutally honest review of all those influencer recommended skincare products. സാധാരണ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാറാണ് പതിവ്. ഇതിപ്പോൾ വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നതുകൊണ്ട് ഐ എം നെർവസ്. വീഡിയോ അധികം ലോങ് ആക്കണ്ട, സോ പെട്ടെന്ന് പറയാം. നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന ആളാണോ? എപ്പോഴാണ് തുടങ്ങിയത്? 5 വർഷം മുമ്പ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യായിരുന്നോ? ഞാൻ ചെയ്യില്ലായിരുന്നു. സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു. വളരെ റീസെൻ്റ് ആയിട്ടാണ് സ്കിൻ കെയർ, ബോഡി കെയർ, പിന്നെ കുറേ പ്രോഡക്ട്സ്, ബ്രാൻഡ്സ് ഇതൊക്കെ ഭയങ്കര പോപ്പുലർ ആവുന്നത്. ആളുകൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതും. പിന്നെ ഈ ഇരിക്കുന്ന പ്രോഡക്ട്സ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നതല്ല. ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ചിലത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നിർത്തിയതുമാണ്. ആദ്യം ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫേസ് വാഷ് ഏതാ? ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹിമാലയ യൂസ് ചെയ്യാറുണ്ട്. ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നം തോന്നാത്തൊരു ഫേസ് വാഷാണ് ഹിമാലയയുടേത്. യൂട്യൂബിൽ തന്നെ കുറേ പ്രൊമോഷൻസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ് മിനിമലിസ്റ്റ്. എനിക്ക് ഫേസിൽ അങ്ങനെ സിവിയർ ആക്നെ ഒന്നുമില്ല. ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, പിന്നെ ആക്നെ വന്നു പോയതിന്റെ കുറച്ച് മാർക്സ് ഒക്കെ ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ നന്നായിട്ട് ആക്നെ പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മിനിമലിസ്റ്റിന്റെ ഈ ഒരു സാലിസിലിക് ആസിഡ് ക്ലെൻസർ ആണ്. ഇത് നല്ലതായിരുന്നു, ഞാനിത് കുറേ നാൾ ഉപയോഗിച്ചായിരുന്നു. പക്ഷെ എന്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത് നിർത്തിയത്. ഹിമാലയയുടെ ഫേസ് വാഷ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു സ്കിൻ കെയർ ബ്രാൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലെൻസർ ആണ് മിനിമലിസ്റ്റിന്റെ ഈ ഒരു സാലിസിലിക് ക്ലെൻസർ. ഇത് യൂസ് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ കുറേ റാൻഡം ബ്രാൻഡ്സിന്റെ ട്രൈ ചെയ്തു. അങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ കണ്ട് വാങ്ങിയ ഒരു ബ്രാൻഡാണ് സിമ്പിൾ. ഇപ്പൊ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ പ്രൊമോഷൻ, റെക്കമെൻഡേഷൻ ഒക്കെ കണ്ട് ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്കായ പ്രോഡക്റ്റ് ഈ ഒരു ഫേസ് വാഷ് ആണ്. ഇതിനങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രശ്നം, ഇത് യൂസ് ചെയ്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കഴുകിയാലും ഫേസിൽ അതിങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഒന്ന് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവാറുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഈ പ്രോഡക്റ്റിന് തോന്നിയിട്ടുള്ളൂ. അതർവൈസ് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ദിവസവും ഓരോരോ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ. കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ടോണർ, അതെന്റെ കയ്യിലില്ല. ഞാൻ ഇതുവരെ ടോണേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. പ്ലമ്മിന്റെ നൈസിനമൈഡ് ടോണർ, അതിനെക്കുറിച്ച് ഞാൻ കുറേ റിവ്യൂസ് കണ്ടിട്ട് എനിക്കത് വാങ്ങിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ സ്കിന്നിന് ടോണർ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഭാവിയിൽ ഇനി വാങ്ങുകയാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാം. ഇനി സെറം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്ത സെറം ഗുഡ് വൈബ്സിന്റെ റോസ് ഹിപ്പാണ്. 1-2 വർഷം മുമ്പ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത ഈ ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണ്ട് വാങ്ങിയതാണ്. ആ പറഞ്ഞ സെറം ഉപയോഗിച്ചിട്ട് എനിക്ക് സ്കിൻ ടോണിൽ നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുമ്പോഴെല്ലാം എൻ്റെ ഫേസിൽ ഒരു ഭയങ്കര ബേണിംഗ് സെൻസേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ മിനിമലിസ്റ്റിന്റെ തന്നെ ഒരു നൈസിനമൈഡ് സെറം വാങ്ങി. ഈ ബോട്ടിൽ ഞാൻ ഉപയോഗിച്ച് തീർത്തതാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇത് തീർന്നിട്ട് ഞാൻ പിന്നെ ഇത് വാങ്ങിയില്ല. കാരണം ആ ഒരു ടൈമിലാണ് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്തൊരു ബ്രാൻഡാണ് സിമ്പിളിന്റെ ഫേസ് വാഷും പിന്നെ പ്ലം. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്ലമ്മിന്റെ ഈ നൈസിനമൈഡ് സെറം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ ഒരു ബോട്ടിൽ കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ ടു ഓയിലി ടൈപ്പ് ആണ്. സിവിയർ ആക്നെ ഒന്നുമില്ല, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരാറുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഡിഫറൻസ് ഡാർക്ക് സ്പോട്ട്സിലാണ്. അതുപോലെ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു സെറാണ് യൂസ് ചെയ്യുന്നത്. വേറെ സെറംസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനി മോയ്സ്ചറൈസർ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു എൻ്റെ എൻറ്റയർ സ്കിൻ കെയർ. എൻ്റെ ടോണർ, എൻ്റെ സെറം, എൻ്റെ മോയ്സ്ചറൈസർ, എൻ്റെ സൺസ്ക്രീൻ എല്ലാം ഈ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും കുറേ നാൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്കിൻ ഭയങ്കര ഡ്രൈ ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ പ്രോഡക്ട്സ് എല്ലാം മാറ്റി പുതിയത് വാങ്ങിയത്. പിന്നെ യൂസ് ചെയ്തൊരു മോയ്സ്ചറൈസർ ആയിരുന്നു മിനിമലിസ്റ്റിന്റെ തന്നെ മെറൂള ഓയിൽ മോയ്സ്ചറൈസർ. ക്ലെൻസർ, സെറം, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീനും. അങ്ങനെ ഒരു കോംബോ ആയിട്ടായിരുന്നു ഞാൻ മിനിമലിസ്റ്റിന്റെ പ്രോഡക്ട്സ് വാങ്ങിയത്. ആ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെയാണ് അത് നിർത്തിയത്. ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു.
പിന്നീട് എങ്ങനെയാണെന്ന് അറിയില്ല, എന്റെ സ്കിൻ ടൈപ്പ് ചേഞ്ച് ആയി. ആ സമയത്താണ് ഈ പ്രൊഡക്ട്സ് ഒന്നും എനിക്ക് വർക്കാവാതായത്. അങ്ങനെ അത് കഴിഞ്ഞ് പ്ലമ്മിന്റെ പ്രൊഡക്ട്സ് വാങ്ങിയപ്പോൾ കൂടെ വാങ്ങിയതാണ് ഈ ഒരു മോയ്സ്ചറൈസർ, പ്ലമ്മിന്റെ നയാസിനമൈഡ്. ഈ സെറം യൂസ് ചെയ്ത് നല്ല റിസൾട്ട്സ് കിട്ടിയോണ്ട് ഭയങ്കര പ്രതീക്ഷയിൽ വാങ്ങിയതായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. ഇത് യൂസ് ചെയ്തിട്ട് ഫേസിൽ പിഗ്മെന്റേഷൻ ഒക്കെ കുറയുന്നുണ്ട്, പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഫേസ് ഭയങ്കര ഓയിലി ആവുന്നു, ഭയങ്കരമായിട്ട് വേർക്കുന്നു. ഇതിപ്പോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നൈറ്റ് മാത്രം. ഇതാണ് എന്റെ ഡെയിലി മോയ്സ്ചറൈസർ, ഡോക്ടർ ഷെത്തിന്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി. പ്രൊമോഷൻസ് കണ്ട് വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആണിത്. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഞാൻ ഫേസിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്യൂബ് തീർന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് ഞാൻ പുതിയത് വാങ്ങിയത്. സത്യം പറയട്ടെ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒട്ടും നമ്മുടെ സ്കിൻ ഓയിലി ആക്കില്ല. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണിത്. ഇനി സ്കിൻ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം സൺസ്ക്രീൻ. എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം, ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഒത്തിരി ബ്രാൻഡ്സിന്റെ സൺസ്ക്രീൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഒന്നും എനിക്ക് വർക്കായിട്ടില്ല. ആദ്യമായിട്ട് ഉപയോഗിച്ചത് മിനിമലിസ്റ്റിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. പക്ഷെ എനിക്ക് മുഖത്ത് കുരു വന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നെറ്റിയുടെ മേലെയും ലിപ്പിന്റെ മേലേക്ക് കുഞ്ഞു കുഞ്ഞു ബംസ് വന്നു ഇത് യൂസ് ചെയ്തിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങി പൈസ വേസ്റ്റ് ആക്കിയ ഒരു പ്രോഡക്റ്റ് സൺസ്ക്രീൻ ആണ്. പ്രൊമോഷൻസും കൊളാബൊക്കെ കണ്ട് ലിറ്ററലി ഒത്തിരി ബ്രാൻഡ്സിന്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തു. പക്ഷെ ഒന്നും എനിക്ക് വർക്കായില്ല. അതിന്റെ ട്യൂബ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല, കാരണം എന്തായാലും ഞാൻ ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു. ഇനി എനിക്ക് വാങ്ങി ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു സൺസ്ക്രീൻ ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഈ കൊറിയൻ സൺസ്ക്രീൻ ആണ്. പക്ഷെ 1500 രൂപ കൊടുത്ത് ആ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ട് അതും തേഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് വാങ്ങാത്തത്. സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത കാരണം എനിക്ക് ഫേസിൽ മിക്കപ്പോഴും ടാൻ ഉണ്ടാവാറുണ്ട്. മാക്സിമം ഞാൻ പുറത്തിറങ്ങാതിരിക്കാനാണ് നോക്കാറ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഡീടാൻ ചെയ്യുന്ന പാക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്നൊരു പാക്കാണ് ഗുഡ് വൈബ്സിന്റെ ഉപ്ടാൻ. ഇത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, എനിക്കിത് വർക്കായിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാ സ്കിന്നിനും വർക്ക് ആവണമെന്നില്ല. എൻ്റെ കയ്യിൽ ഗുഡ് വൈബ്സിന്റെ തന്നെ വേറൊരു മാസ്ക് കൂടിയുണ്ട്, റോസ് ഹിപ്പ്. ഈ ഒരു വേരിയന്റ് ഞാൻ മുഖത്ത് ഉപയോഗിക്കാറില്ല, കാരണം ഇത് ഉപയോഗിക്കുമ്പോഴെല്ലാം മുഖത്ത് ഭയങ്കര ഒരു ബേണിംഗ് സെൻസേഷൻ ആണ്. ഇതും ഗുഡ് വൈബ്സിന്റെ ഒരു മാസ്ക് ആണ്. ഇത് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം. വൈറ്റമിൻ സി ഫേസ് മാസ്ക് ആണ്. പക്ഷെ ഇതുവരെ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയില്ല, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിന്റെ റിവ്യൂ ഒന്നും പറയുന്നില്ല. സോ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ്. പിന്നെ ലിപ് ബാം മറന്നുപോയി. പണ്ടൊക്കെ വാസ്ലിൻ ആയിരുന്നു, ഇപ്പോൾ ഡോട്ട് ആൻഡ് കീഡ് ഈ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. വേറെ ലിപ് ബാംസ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ ഒരു ടബ് ഞാൻ യൂസ് ചെയ്ത് തീർത്താണ്. ഇതിപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ബൈ ടൈം പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കുന്നുണ്ട്, പക്ഷെ ലിപ്സ്റ്റിക് ഇടാതിരിക്കണം. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിസിബിൾ റിസൾട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ല, സ്കിൻ കെയർ എക്സ്പേർട്ടും അല്ല. ഈ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല, പ്രൊമോട്ടും ചെയ്യുന്നില്ല. എനിക്ക് നല്ല സിവിയർ ആയിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് എനിക്ക് റെക്കമെൻഡ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് സെബാമെഡ്. അത് ഞാൻ കുറച്ചാൾ യൂസ് ചെയ്തു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫാർമസി പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടെന്ന് കരുതിയാണ് ഞാൻ പിന്നെ സ്കിൻ കെയറിലേക്ക് സ്വിച്ച് ചെയ്തത്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിത് ഇനിയും ലോങ് ആക്കുന്നില്ല. ഐ റിയലി ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ്, സജഷൻസ്, ഇനി എന്തെങ്കിലും സ്കിൻ കെയർ അഡ്വൈസസ് ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. ബൈ.